ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണെന്നും നമ്മളെപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്നുമാണ് പൊതുവെ പറയാറുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ മാർക്കറ്റ്. പ്രത്യേകിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ 200 പോയിന്റൊക്കെ താഴോട്ടേക്ക് പോയ അവസ്ഥയിൽ ഇന്നത്തെ മാർക്കറ്റിന്റെ ക്രാഷ് വലിയ തോതിലായിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അതേപോലെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 24,642 എന്ന ലെവലിലാണ്. അതിനുശേഷം 24,635 അത് താഴോട്ടേക്ക് പോവുകയും ചെയ്തു. അതേപോലെ ഇന്ന് ഇൻട്രാഡേയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് 24,956 അതായത് ഇന്നത്തെ ലോയിൽ നിന്ന് ഇന്നത്തെ ഹൈയിലേക്കുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നത് 321 പോയിന്റിന്റെ ഡിഫറൻസ് ആണ്. അതായത് ഒരു ഘട്ടത്തിൽ മാർക്കറ്റിൽ 321 പോയിന്റിന്റെ ഒരു റാലി നടന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു റാലിയാണ്. ഏറ്റവും ഒടുവിൽ മാർക്കറ്റ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് 24,768 എന്ന ലെവലിലാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ലെവലാണ്. അപ്പോൾ അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു വാർത്ത, അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% താരിഫാണ് ഏർപ്പെടുത്താൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടുള്ള ട്വീറ്റ്, അത് വലിയൊരു ആശങ്കയാണ് ഇന്ത്യൻ എക്കണോമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പെനാൽറ്റിയും ഏർപ്പെടുത്തുമെന്ന് കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഡീഷണൽ ആയിട്ട് വന്ന പെനാൽറ്റിയാണ്. അത് എത്രയാകുമെന്ന് പറയാതെ അൺലിമിറ്റഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ റഷ്യയുമായിട്ട് നമുക്കറിയാം ഇന്ത്യ പ്രധാനപ്പെട്ട ഓയിൽ ഇമ്പോർട്ട് രംഗത്തുള്ള ഒരു പാർട്ട്ണറാണ്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ആ ഒരു ബാർഗെയിനിങ്ങിൽ ഈ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബാർഗെയിനിൽ വിൻ ചെയ്യുക ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ നമ്മുടെ വിപണി ഇതിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം അവിടെ വലിയൊരു ഫോൾ നമ്മൾ കാണാതിരുന്നത്. കാരണം നമുക്കറിയാം ട്രംപിന്റെ ക്ലാസിക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ യു ടേൺ, അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ ചൈനയുമായി നടന്ന ആ ട്രേഡ് വാറിൽ നമ്മൾ കണ്ടതാണ് അത് എത്രമാത്രം ഹൈ പോയിട്ട് എത്രമാത്രം ലോയിലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു താരിഫ് ട്രംപ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയും US-ഉമായിട്ടുള്ള ആ ഒരു ട്രേഡ് ഡീൽ നെഗോഷിയേഷൻ ഇനിയും തുടരുമെന്നും തീർച്ചയായിട്ടും 20-ൽ താഴെയുള്ള ഒരു ട്രേഡ് സെറ്റിൽമെന്റിലേക്ക് ഇത് എത്തുമെന്നും പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഫൈനൽ ട്രേഡ് ഡീലാണ്. കാരണം US പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രേഡ് ഡീലിന്റെ നെഗോഷിയേഷൻ കണ്ടിന്യൂസ് ആയി തുടരുകയാണ്. പക്ഷെ അതിനിടയിൽ ചില നെഗോഷിയേഷൻ ടാക്ടിക്സുകൾ ഉപയോഗിക്കുകയാണ് ട്രംപ് ഇത്തരം അനൗൺസ്മെന്റിലൂടെ ചെയ്യുന്നത്. എങ്കിൽ പോലും ഇന്ത്യക്ക് ആ US-ന്റെ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെന്റിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു അവസ്ഥ നമ്മളൊരു വെയിറ്റ് ആൻഡ് വാച്ച് എന്ന സിറ്റുവേഷനിൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ യഥാർത്ഥത്തിലുള്ള എഫക്റ്റ് ചിലപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 1 ശേഷം നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലുണ്ടായ ഈ ഒരു വയലന്റ് ആയിട്ടുള്ള മൂവുകൾ അല്ലെങ്കിൽ ഈ ഹൈ വോളറ്റിലിറ്റി, അതിന്റെ ഒരു പ്രധാന കാരണം ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവിടെ പൊസിഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കവറിങ് റാലികളൊക്കെ നടന്നിട്ടുണ്ടാവാം. ഇപ്പോൾ തീർച്ചയായിട്ടും 24,960-നും 25,050-നും ഇടയിലൊക്കെ നിഫ്റ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു സ്ട്രോങ് അപ്വേർഡ് മൂവ്മെന്റ് ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു മാർക്കറ്റിൽ നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ തീമുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യമായ എക്സ്പോർട്ടൊന്നും ഇല്ലാത്ത കമ്പനികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും സേഫ്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടർ, ടെലികോം സെക്ടർ, ക്യാപിറ്റൽ ഗുഡ്സ്, സിമെന്റ്, ഹോട്ടൽസ്, ടൂറിസം, അത്തരത്തിൽ നല്ല ക്യൂവർ റിസൾട്ടുകൾ വന്നിട്ടുള്ള കമ്പനികളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ലെവലുകളിലൊക്കെ എത്തുമ്പോൾ വാങ്ങുന്നതായിരിക്കും നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ ഗുണകരമാവുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് US-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ആണ്. അപ്പോൾ ആ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യില്ല എന്ന് ഇതിനോടകം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 2 ഫെഡറൽ ഒഫീഷ്യൽസ്, മിഷേൽ ബോമാനും ക്രിസ്റ്റഫർ വാലറും, ഈ 2 ട്രംപ് സപ്പോർട്ടേഴ്സിനെതിരെ വോട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അവർ പബ്ലിക്കായിട്ട് തന്നെ റേറ്റ് കട്ടിന് വേണ്ടി വാദിച്ചവരാണ്. അപ്പോൾ ഇത് US-ന്റെ 1993 ശേഷമുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു ഏകപക്ഷീയമല്ലാത്ത ഒരു ഈ ഫെഡറൽ റിസർവ് ഡിസിഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ മിക്കവാറും സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായിട്ടാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അത്തരത്തിലൊരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള പല എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള IT സെഗ്മെന്റിലൊക്കെ അത് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ വലിയ ഫോൾ ഇല്ലാതിരിക്കാൻ ഇത്തരം ചില കാര്യങ്ങളും കൂടി സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുകൂടാതെ ക്രൂഡ് ഓയിലും നേരിയ തോതിൽ താഴോട്ടേക്ക് വന്നിരുന്നു. ഇന്നലെ ഷൂട്ടപ്പ് ചെയ്ത ക്രൂഡ് ഓയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയും കുറച്ച് സ്റ്റേബിൾ ആയിട്ട് കാണാം.
ഇന്നലത്തെ വാല്യൂയിൽ നിന്നും കുറച്ച് ശക്തിപ്പെട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നിറക്കുകയും വലിയൊരു ഫോളിൽ നിന്ന് മാർക്കറ്റിനെ രക്ഷിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. ഇന്ന് നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0.83% ഡ്രോപ്പ് ആയിട്ടുണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 0.91% ഡൗൺ ആയിട്ടുണ്ട്. നിഫ്റ്റി മൈക്രോ ക്യാപ്പിലും 0.71% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. 58% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. 38% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ ഇന്ന് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു മൂവ് നടന്ന ഇന്നത്തെ മാർക്കറ്റിൽ 1% കൂടുതൽ റാലി നടന്ന ഒരേ ഒരു സെക്ടറാണുള്ളത് FMCG സെക്ടർ. ബാക്കി ഭൂരിഭാഗം സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് അല്ലെങ്കിൽ റെഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. FMCG സെഗ്മെന്റിൽ നമുക്ക് ഇമാമി ലിമിറ്റഡ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഡാബർ, ITC, റാഡിക്കോ, മാരിക്കോ, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ, കോൾഗേറ്റ് പാംലീവ്, UBL പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ട് കൂടിയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ടിൽ അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്തിൽ 5% മുന്നേറ്റം ഉണ്ടായിരുന്നു. അതേപോലെ അണ്ടർലൈങ് വോളിയം ഗ്രോത്തും ഒരു 4% ഉണ്ടായിരുന്നു. അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 5% വർധനവും പ്രോഫിറ്റിൽ 8% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ആ ഒരു റിസൾട്ട് സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാൾ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. എലേറ ക്യാപിറ്റൽ പോലെയുള്ള റിസർച്ച് ഹൗസുകൾ എക്സ്പെക്ട് ചെയ്തത് 15,950 കോടിയുടെ ഒരു റവന്യൂ ആണ്. പക്ഷേ ആക്ച്വലായിട്ട് വന്നിട്ടുള്ളത് 16,514 കോടിയാണ്. അതേപോലെ തന്നെ സ്ട്രീറ്റ് എക്സ്പെക്ട് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് 2,612 കോടിയാണ്. ആക്ച്വലായിട്ട് വന്നിട്ടുള്ളത് 2,768 കോടിയാണ്. അവിടെ തീർച്ചയായിട്ടും മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്ത ഒരു റിസൾട്ട് HUL കൊണ്ടുവന്നിട്ടുണ്ട്. റിസൾട്ടിനോടനുബന്ധിച്ച് HUL മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ള കമന്ററിയും വളരെ ഓപ്റ്റിമിസ്റ്റിക്കും വളരെ പോസിറ്റീവുമാണ്. മൊത്തത്തിൽ ഇന്ത്യയുടെ FMCG സെഗ്മെന്റിലുള്ള കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിക്കുന്നതായിട്ടാണ്, അത് സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ കമന്ററിയിൽ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മോണിറ്ററി സ്റ്റിമുലസ് പാക്കേജുകൾ, അതുപോലെ ഇൻഫ്ലേഷൻ കുറഞ്ഞത്, ക്രൂഡ് ഓയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞത്, അതുപോലെ ഹയർ അഗ്രികൾച്ചർ ഔട്ട്പുട്ട്, ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു റൂറൽ ഡിമാൻഡും അർബൻ ഡിമാൻഡും ഒക്കെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരുന്ന ഫിസിക്കൽ ഇയർ തീർച്ചയായിട്ടും FMCG സെഗ്മെന്റ് അതിന്റെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരുമെന്നാണ് ഇവരുടെ മൊത്തത്തിലുള്ള കമന്ററി സൂചിപ്പിക്കുന്നത്. മാർക്കറ്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന NSDLന്റെ IPO ഇന്ന് കുറച്ചുകൂടി മുന്നേറിയതായിട്ട് കാണാം. ഇന്നലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 135 ആയിരുന്നെങ്കിൽ ഇന്ന് 143 എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഹയസ്റ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം 167 വരെ പോയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് NSDL ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാളെയും അതുപോലെ ഓഗസ്റ്റ് 4-ാം തീയതിയുമായിട്ട് Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന 3 പ്രധാനപ്പെട്ട കമ്പനികൾ അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തതായിട്ട് കാണാം. അതിലൊന്ന് അദാനി പവറാണ്. അദാനി പവർ നമുക്കറിയാം, അദാനി ഗ്രൂപ്പിൻ്റെ ഒരുപക്ഷെ ഡെറ്റ് പൊസിഷൻ കംഫർട്ടബിൾ ലെവലിലുള്ള ഒരു സ്റ്റോക്കാണ് അദാനി പവർ. ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പ്രൈവറ്റ് തെർമൽ പവർ പ്രൊഡ്യൂസറായിട്ട് കണക്കാക്കുന്ന കമ്പനിയാണ്. ഈ അദാനി പവറിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 550 അതിൻ്റെ ഫേസ് വാല്യൂ 10 എന്ന ലെവലാണ് നമ്മൾ കാണുന്നത്. ഈ അദാനി പവറിൻ്റെ ഒരു പ്രത്യേകത, അവരിതുവരെ അവരെ കോർപ്പറേറ്റ് ചരിത്രത്തിൽ ഒരു കോർപ്പറേറ്റ് ആക്ഷനും എടുത്തിട്ടില്ല. അവർ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതായിട്ടോ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തതായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് അവർ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. വ്യക്തമായ ഡീറ്റെയിൽസ് റിസൾട്ടിനോട് അനുബന്ധിച്ച് വരുമെന്നാണ് ഇന്നത്തെ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും അവരും അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. ഇവർ ഈക്വിറ്റി ഷെയറുകളിലും ഡെറ്റ് ഇൻസ്ട്രുമെന്റുകളിലും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ റിട്ടേൺ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ്. അപ്പോൾ ഈ കമ്പനി RBIയിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന കാറ്റഗറിയിൽ NBFC എന്ന രീതിയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി കൂടിയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 6,806 ഫേസ് വാല്യൂ 10. അപ്പോൾ ഈ ഒരു ഫേസ് വാല്യൂ ആണ് അവർ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് റിസൾട്ടിനോടനുബന്ധിച്ച് അവർ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ്റെയും ആദ്യത്തെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റാണിത്. അതുകൂടാതെ ഇവർ ഇതിനു മുമ്പ് ബോണസ് ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. ഓഗസ്റ്റ് 4 ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചായിരിക്കും ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് വരിക. അപ്പോൾ ഈ ഒരു ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് പോലെയുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് എടുത്തില്ലെങ്കിലും അവർ കൃത്യമായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 2023-ലും 24, 25-ലും 27 രൂപ, 28 രൂപ, 48 രൂപ റേഞ്ചിലൊക്കെ അവർ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തതായിട്ട് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ആണിത്. അപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് കമ്മോഡിറ്റീസ് ആണ്. പ്രീഷ്യസ് മെറ്റൽസ്, എനർജി, ബേസ് മെറ്റൽസ്, അഗ്രി കമ്മോഡിറ്റീസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ പ്രൈസുകളാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്.
ഒരു മൊണോപ്പൊളി പൊസിഷനിൽ നിൽക്കുന്ന ഈ ഒരു മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രൈസ് ഡിസ്കവറി കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ഹൈ പ്രൈസിലാണ് ഈ സ്റ്റോക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. 7695 എന്ന പ്രൈസ് ലെവലിലാണ് നമുക്ക് കറണ്ട് പ്രൈസ് കാണുന്നത്. ഫേസ് വാല്യൂ 10 ഈ സ്റ്റോക്കും ആദ്യമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ആക്ഷൻ എടുക്കുന്നത്. അവരിതുവരെ ബോണസ് ഇഷ്യൂ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തതായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അവർ കൃത്യമായി ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ തന്നെ ഓഗസ്റ്റ് 8 തീയതി 30 രൂപയുടെ ഒരു ഷെയർ ഡിവിഡൻഡ് അവർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 2022, 23, 24 കൃത്യമായ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം നമുക്കറിയാം ഹൈ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പൊതുവെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ബൈ ചെയ്യുക എന്നുള്ളത് വളരെ അപ്രാപ്യമായ കാര്യമാണ്. അപ്പോൾ അത് ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് ആ സ്റ്റോക്കിൽ നടക്കുകയും അങ്ങനെ ആ സ്റ്റോക്കിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാകാൻ അത് കാരണമാവുകയും ചെയ്യും. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് പല കമ്പനികൾ അനൗൺസ് ചെയ്യുന്നത്. അല്ലാതെ അത് സ്റ്റോക്കിൻ്റെ മൊത്തത്തിലുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആ സ്റ്റോക്കിൽ അത് വരുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കും.